നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ ഒരു 3 എപ്പിസോഡുകളിലായിട്ട് എൻ്റെ വോട്ട് ആർക്ക് എന്നും പറഞ്ഞിട്ട് എന്ന ടൈറ്റിലിൽ എൻ്റെ ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഞങ്ങളൊരു ഡിസ്കഷൻ മോഡലിലാണ് ചെയ്തത്, ഫോർമാറ്റിലാണ് ചെയ്തത്. ഇത്തവണ ഡിസ്കഷൻ ഫോർമാറ്റല്ല, ഞാൻ മാത്രമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അന്ന് പറഞ്ഞ പോലെ ഇലക്ഷൻ വരുമ്പോൾ സാധാരണ പണ്ട് കാലങ്ങളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നും പറഞ്ഞാണ് എല്ലാവരും രംഗത്തിറങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊക്കെ ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ദശകങ്ങളായി. അത് കഴിഞ്ഞ് വന്നതാണ് തൊഴിലില്ലായ്മ തുടച്ചു നീക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തൊഴിലില്ലായ്മ തുടച്ച് നീക്കി എന്ന് വേണം വിശ്വസിക്കാൻ. ഇപ്പോ ഈ ഇലക്ഷൻ അഥവാ കഴിഞ്ഞ ഒരു ഇലക്ഷൻ തൊട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP 2014 അധികാരത്തിൽ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് നാഷണൽ ലെവലിലും പിന്നെ സ്റ്റേറ്റ് ലെവലിലും കുറേശ്ശെ വികസനം അധിഷ്ഠിതമായിട്ടുള്ള ക്യാമ്പയിനുകളാണ് നടക്കുന്നത് പൊതുവെ. അത് ഒരിടത്തിരിക്കട്ടെ. മറുവശത്ത് ഏതാനും കാലങ്ങളിൽ അടുത്ത വരെ 2 പാർട്ടികൾ തമ്മിലാണ് കേരളത്തിൽ മത്സരമെങ്കിൽ ഇപ്പോഴത് ത്രികോണ മത്സരമായി ഡെവലപ്പ് ചെയ്യുകയാണ്. അതൊരു വസ്തുതയാണ്. നമ്മൾ സത്യം അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. BJPക്ക് അത് സന്തോഷിക്കാം, പക്ഷെ മറ്റു 2 പാർട്ടികൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും, യാതൊരു സംശയമില്ല. ഈ 3 പാർട്ടികൾ ഇങ്ങനെ മത്സരിക്കുമ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ LDF പറയുന്നു അവര് കേരളത്തിനെ നമ്പർ 1 ആക്കി. ഞാൻ ആ വസ്തുക്കളിലേക്ക് കിടക്കുന്നില്ല. ഇത് ഒരു 3 എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ LDF മുന്നണി പറയുന്നത് പിന്നെ ഞങ്ങൾ കേരളത്തിനെ നമ്പർ 1 ആക്കി, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, ഇവിടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കി, തൊഴിൽ മേഖലയിൽ ലക്ഷക്കണക്കിന് തൊഴിലുകൾ ഉണ്ടാക്കി, വ്യവസായങ്ങൾ എല്ലാം പ്രോഫിറ്റിലേക്ക് വന്നു, അങ്ങനെ കുറെ പിന്നെ അവകാശങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. UDF ആണെങ്കിൽ LDF ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ള അഴിമതികളെല്ലാം ഒന്നൊന്നായി എടുത്ത് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അതിനും ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, അതിലേക്ക് വരാം. സാധാരണ എന്ന പോലെ ഇവിടെയും UDFും LDFും ഡോൾസ് എന്ന് പറയും. അതായത് ഫ്രീ ആയിട്ട് കാശ് ഇല്ലെങ്കിൽ റേഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ മധ്യവർഗത്തിനും താഴെക്കിടയിലുള്ളവർക്കും കൊടുക്കും എന്നുള്ള വാഗ്ദാനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസിങ് ആണ്. ഒരു വോട്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ചെയ്യാൻ ശരിക്കും പാടില്ല എന്നാണ് സാധാരണക്കാരനായ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ 2 പേരും ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ UDFന്റെ സ്ട്രാറ്റജി LDFനെ കംപ്ലീറ്റ് തുറന്നു കാണിക്കുക, അവരുടെ അവകാശവാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുക, പിന്നെ അവരുടെ അഴിമതി തുറന്നു കാണിക്കുക എന്നുള്ളതൊക്കെയാണ്. മൂന്നാമത്തെ മുന്നണി അഥവാ NDA, BJP-യിലെ NDA, അവര് ഈ 2 പേരുടെയും വീക്ക്നെസ്സസ് തുറന്നു കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവര് വികസനം എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റർ മോദി 2014 വന്നപ്പോൾ തൊട്ട് BJP-യുടെ ഒരു നാഷണൽ ലെവൽ അജണ്ട തന്നെ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് അവർ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. കേരളത്തിന് തീർച്ചയായിട്ടും ഈ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ് എന്നുള്ളതിന് സംശയമില്ല. അത് 3 മുന്നണികളും പറയുന്നുമുണ്ട്.
മറ്റ് രണ്ട് മുന്നണികൾ ചെറിയ തോതിലാണ് പറയുന്നതെങ്കിൽ BJP അത് ഫോക്കസ് അജണ്ടയായിട്ട് വച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് മൂന്ന് മുന്നണികളും ഫൈറ്റ് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ആണ് പറയാനുള്ളത്. ദയവ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ചിന്തിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾക്ക്, നിങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദങ്ങൾക്ക്, നിങ്ങളുടെ വിധേയത്വത്തിന് അടിമയാകാതെ വോട്ട് ചെയ്യുക. കാരണം മറ്റുള്ള സ്റ്റേറ്റ്സ് എല്ലാം, സംസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കൊണ്ട് തന്നെ നമ്മളെക്കാൾ വളരെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇനിയും LDF ഗവൺമെന്റ് എന്തൊക്കെ പറഞ്ഞാലും, നമ്പർ 1 എന്നൊക്കെ പറഞ്ഞാലും, ഇതെല്ലാം വളരെ മുമ്പിലെത്തിയിരിക്കുകയാണ് മറ്റുള്ള സ്റ്റേറ്റ്സ് ഒക്കെ. ഒരു 5 വർഷം കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിന്റെ ഗതി കഷ്ടമാകും. കഷ്ടമാകണം എന്നില്ല, അതിന് വേറൊരു ഇതുണ്ട്. കാരണം ഞാനിപ്പോൾ പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. പണ്ട് എൻ്റെ ബോസ് പറയുകയുണ്ടായി ഒരിക്കൽ, അദ്ദേഹം ഓരോ പ്രാവശ്യവും ബോംബെയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കംപ്ലീറ്റ് മംഗലാപുരം കഴിഞ്ഞാൽ കംപ്ലീറ്റ് പച്ചയാണ്. എന്ത് ഭംഗിയായിരുന്നു കാണാൻ പ്ലെയിനിൽ വരുമ്പോൾ. ഓരോ പ്രാവശ്യവും പുള്ളി പറയാണ്, വരുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ദേഹത്ത് വ്രണം വരുന്നത് പോലെ ക്വാറികൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. പുള്ളിക്ക് അത് വിഷമമായിട്ട് തോന്നുന്നു. എന്നിട്ട് ഒരു പ്രാവശ്യം ഞങ്ങളുടെ കമ്പനി ILFS എന്ന് പറഞ്ഞ കമ്പനി കേരളത്തിൽ ഒരുപാട് പ്രോജക്ട്സ് പയനിയർ ചെയ്തിട്ടുണ്ട്, ലീഡ് അഡ്വൈസർ ആയിട്ടിരുന്നിട്ടുണ്ട്. അതിലെനിക്ക് പങ്കാളിയാകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം പുള്ളി അപ്പം എല്ലാ പ്രോജക്ട്സിലും അതിൽ വിഴിഞ്ഞവുമുണ്ട്, ഹൈസ്പീഡ് കോറിഡോർ, എക്സ്പ്രസ് വേ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ പലതിലും തടസ്സവാദങ്ങളും ഒക്കെ കണ്ടിട്ട് അവർക്ക് ILFS പറയുന്ന കമ്പനിക്ക് മനം മടുത്തു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ ക്വാറികളും പുതിയ ഈ വനം വെട്ടിത്തെളിപ്പും ഒക്കെ കാണുമ്പോൾ പുള്ളി പറയുന്നത് വളരെ വിഷമം തോന്നും. അപ്പൊ പുള്ളി ഒരു സെമി സീരിയസ് ആയിട്ട് പുള്ളി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ കേരളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് 10 ദിവസം 15 ദിവസം ചെലവഴിക്കുവാൻ എത്ര പണം വേണമെങ്കിലും അവർ മുടക്കും. അപ്പോൾ അവർ പറയുന്നത് എല്ലാ സ്റ്റേറ്റ്സിന്റെയും GDP-യുടെ 2% കേരളത്തിന് കൊടുക്കണം. കേരളത്തിൽ ഒന്നും വ്യവസായം വേണ്ട, ഒന്നും വേണ്ട. ശരിക്കും മലയാളികളൊക്കെ ആഗ്രഹിക്കുന്നത് വെളിയിൽ പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് എന്നുള്ള പോലെ. അപ്പം ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അത് അഭിമതമല്ല എന്നുള്ള നമുക്ക് തീർച്ചയായിട്ടും ഞാനും എഗ്രി ചെയ്യുന്നു. നമുക്ക് നാണക്കേടാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇനി അടുത്ത സർക്കാരിനെ എലക്ട് ചെയ്യുന്ന സൂക്ഷിച്ച് എലക്ട് ചെയ്തില്ലെങ്കിൽ. കാരണം ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സെൻട്രൽ ഗവൺമെന്റ് ഇപ്പം വ്യവസായ സൗഹൃദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ഒരു ഏജൻസിയെ അയച്ച്, ഇല്ലെങ്കിൽ അവരുടെ ഓഫീസേഴ്സ് ഇവിടെ വന്ന് ഇത് മുഴുവൻ എവാലുവേറ്റ് ചെയ്തിട്ടല്ല അവർ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ടാണ് അവർ അയച്ചു കൊടുക്കുന്നത്. ആ ഡേറ്റയ്ക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ, ആധികാരികമാക്കാനായിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്നൊരു പരിധി വരെ നോക്കും. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് പറയുന്നത് ബ്യൂറോക്രാറ്റ്സ് സർട്ടിഫൈ ചെയ്യുന്നത് അവർ വിശ്വസിക്കും. അത് വെച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത്. അപ്പം വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമതെന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റ്സും പോയി കണ്ട് എനിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാണെങ്കിൽ ഇന്ത്യയിലെ പേരെടുത്ത് പറയാവുന്ന ആദ്യത്തെ 100 കമ്പനികളിൽ ഒരു കമ്പനി പോലും കേരളത്തിൽ മുതൽ മുടക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇതിപ്പോ UDF വന്നാലും ഇത് തന്നെ പറയും, വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാണെന്നുള്ളത്. അതിന്റെ പ്രൂഫ് വൻ നിക്ഷേപങ്ങൾ കേരളത്തിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതില്ല എന്നുള്ളതാണ്. അതുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമുക്കിവിടെ കൂടിപ്പോയാൽ 2000 കോടി 3000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്രയിലേക്ക് ഏതാണ്ട് മാസം 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്നുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 20,000 crores ആണ് ഒരു പ്രോജക്റ്റിൽ വരുന്നത് മിനിമം. ഇവിടെ എന്ത് വരുന്നു?
ഇവിടെ വരുന്നില്ല. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ 3ാമത്തെ എപ്പിസോഡിൽ എടുക്കാം. അപ്പൊ ഞാനത് പറയുന്നില്ല. എന്താണ് പ്രശ്നം, എന്താണ് മലയാളിക്ക് പറ്റിയത്, അത് നമുക്ക് നോക്കാം. പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ ഈ പ്രോപ്പഗാൻഡ കേട്ടിട്ട് വോട്ട് ചെയ്യരുത്. നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ് 3 പേരുണ്ടെങ്കിൽ അതിലാരാണ് ബെറ്റർ, ആർക്കാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിവുള്ളത്, അവര് ഒരു പാർട്ടിയുടെ അജണ്ട മാത്രമേ നടപ്പാക്കുകയുള്ളൂ, അവർക്ക് സ്വയം കഴിവുണ്ടോ, ഇതൊക്കെ നോക്കണം. നോക്കിയിട്ട് മാത്രമേ എലക്ട് ചെയ്യാവൂ. വോട്ട് ചെയ്യുമ്പോൾ പാർട്ടിയിലുള്ള വിധേയത്വം അത് തൽക്കാലം മാറ്റിവെക്കുക. നമുക്ക് ഇന്ന് വരെ LDFിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ UDFിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടി എന്നുള്ള വിധേയത്വം മാറ്റിവെക്കുക. നല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യുക, അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പം പേരൊക്കെ എടുത്തു പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ പാർട്ടിയിലും, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക. മലയാളി വലിയ ഇൻഡിപെൻഡന്റ് ആണെന്നും മിടുക്കനാണെന്നും ഒക്കെ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാര് മാനസികമായി അടിമയാക്കിയ സമൂഹം മലയാളി സമൂഹമാണ്. കൊളോണിയൽ ഹാങ് ഓവർ ഇന്നും വളരെയധികം ബാധിച്ച് വിട്ടുമാറാതെ നിൽക്കുന്ന മലയാളികളെയാണ്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും അത് മാറിപ്പോയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ വായിച്ച ഒരു ബുക്കിന്റെ മാർക്ക് ടള്ളി എന്ന് പറഞ്ഞിട്ട് BBC-യുടെ ഒരു കറസ്പോണ്ടന്റ് ഉണ്ടായിരുന്നു. 10-30 വർഷം ഇന്ത്യയിലെ കറസ്പോണ്ടന്റ് ആയിരുന്നു. ഇന്ത്യ BBC ഹെഡ് ചെയ്യുന്ന പുള്ളിയായിരുന്നു. പുള്ളി പക്ഷേ അദ്ദേഹത്തിന്റെ ജോലി ഇന്ന് വിരമിച്ച ശേഷം പുള്ളി ഇന്ത്യയിൽ തന്നെ താമസമാണ്. അദ്ദേഹത്തിന് ഇന്ത്യയോട് അത്ര സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ, കറസ്പോണ്ടന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ വിമർശനം ഇന്നിപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ BBC-യുടെ പോളിസി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിധേയത്വം കാരണം പുള്ളി ചെയ്തതായിരിക്കാം. പക്ഷെ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിന് പുള്ളിയുടെ ഒരു ബുക്കുണ്ട്, നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞിട്ട്. ആ നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് മഹാത്മാഗാന്ധിയുടെ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് കൊണ്ട് മാത്രമല്ല. അത് തീർച്ചയായിട്ടും അത് ഒരു കാരണമായിരുന്നു. പക്ഷേ 200 വർഷത്തെ ഭരണത്തിലും മെന്ററിങ്ങും കഴിഞ്ഞിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് അവരുടെ സീനിയർ, അവർ ICS ഒക്കെ കൊടുത്ത് പട്ടം കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഓഫീസർമാര് അവർ നിരന്തരമായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം മോശമാണ്, പ്രാകൃതമാണ്, അന്ധവിശ്വാസങ്ങളാൽ അധിഷ്ഠിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു അമ്പലത്തിൽ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. 200 വർഷത്തെ പ്രയത്നം കൊണ്ട് ഇത് മാറിയില്ലെങ്കിൽ ഇനിയും ഈ രാജ്യത്തെ നന്നാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസം കൂടെ കൊണ്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് പോയെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന്റെ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട. പക്ഷെ അതുപോലെ തന്നെ കേരളം തീർച്ചയായിട്ടും ഈ ബ്രിട്ടീഷുകാരുടെ മെന്ററിങ്ങില് നമ്മൾ മലയാളികൾ എല്ലാവരും മാനസികമായി ആ അടിമത്വത്തിലാണ്. ആ അടിമത്വത്തിന്റെ ബ്രിട്ടീഷുകാർക്ക് അടിമയെന്നുള്ളതല്ല, അവർ നമ്മൾ ചെയ്തു വെച്ച ഏറ്റവും വലിയ പാതകം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഐഡിയോളജിക്കും നമ്മൾ അടിമകളാകാനുള്ള ഒരു മെന്റാലിറ്റി ഇവിടെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പല പല പാർട്ടികൾ, നമുക്കിപ്പം 2 പാർട്ടിയേ ഉള്ളൂ. ഈ 2 പാർട്ടിയും അഥവാ 3 പാർട്ടി, ഈ പാർട്ടി അധിഷ്ഠിതമായിട്ടുള്ള നമ്മളുടെ വിധേയത്വം അത് മാറ്റിവെക്കുക. നമുക്ക് രാഷ്ട്രമാണ് ഇനിയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അത് മനസ്സിൽ വെക്കുക. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ദയവ് ചെയ്ത് നല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യുക. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കുക, അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളത് പഠിക്കുക. നിങ്ങളുടെ ചുറ്റുപാട് നന്നാക്കാൻ കഴിയാത്തൊരു വ്യക്തി നാട് നന്നാക്കാൻ പറ്റില്ല. സ്വന്തം വീട് വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയാത്തൊരു വ്യക്തി നാട് നന്നാക്കാൻ പറ്റില്ല. നോക്കി വോട്ട് ചെയ്യുക. ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ വോട്ട് ചെയ്ത പാർട്ടി ആയതുകൊണ്ട് കുത്തി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് പശ്ചാത്തപിക്കാൻ ഇടവരാതിരിക്കട്ടെ.
നിങ്ങൾക്ക് നമസ്കാരം.